നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മെഡിക്കൽ കോളേജിലേക്കല്ല, ഊളംപാറയിലേക്കാണ് ഇയാളെയൊക്കെ വിടേണ്ടത്. ശങ്കർദാസിന് നേരെ ഹൈക്കോടതിയും പൊട്ടിത്തെറിക്കുകയായിരുന്നു. അമ്മാതിരി പണിയാണ് ശങ്കരനും കൂട്ടരും കാണിച്ചു വെച്ചിരിക്കുന്നത്. ശങ്കർദാസിനെ പാർപ്പിച്ചത് ഫേക്ക് ICUവിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ ഒരു ICU തന്നെ സെറ്റിട്ട് വമ്പൻ കളി നടന്നു. ശങ്കരന്റെ സകല ഉടായ്പും പൊളിച്ചടുക്കി തൂക്കി മെഡിക്കൽ കോളേജിലെ പോലീസിന്റെ നിരീക്ഷണത്തിലേക്കിട്ട് ചെക്ക് വെച്ചത് ഹൈക്കോടതിയാണ്. സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് തടയാൻ ഏതറ്റം വരെയും പോകാൻ തുനിഞ്ഞിറങ്ങിയിരുന്നു ശങ്കർദാസ്. പല വമ്പന്മാരുടെയും അറസ്റ്റ് നടന്നിട്ടും ശങ്കർദാസിനെ തൊടാതെ SIT പിന്നോക്കം മാറുന്നത് നമ്മൾ കണ്ടതാണ്. ഒടുക്കം അറസ്റ്റ് അനിവാര്യമാണെന്ന ഘട്ടത്തിലാണ് ശങ്കർദാസ് പക്ഷാഘാതം വന്ന് വീണുവെന്ന വാർത്ത വന്നത്. അതായത് ഹൈക്കോടതി പേരെടുത്ത് പറഞ്ഞായിരുന്നല്ലോ വിമർശിച്ചത് എന്തുകൊണ്ട് ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. SITക്ക് ഗത്യന്തരമില്ലാതെ അറസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപായിരുന്നു, മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ശങ്കർദാസ് പക്ഷാഘാതം വന്ന് വീണത്. പക്ഷാഘാതമല്ല, പക്ക അഭിനയമാണ് ശങ്കരൻ പുറത്തെടുത്തത്. ഇതിനുള്ള ഗപ്പ് ഹൈക്കോടതി ഉടനെ തന്നെ തരും. എന്തൊക്കെ അടവ് പുറത്തെടുത്തിട്ടും മേനയായില്ലല്ലോ ശങ്കര. ഹൈക്കോടതിയുടെ ഉടുമ്പിൻ പിടുത്തത്തിൽ അറസ്റ്റ് നടന്നു. ആശുപത്രി കിടക്കയിൽ വെള്ളമിറങ്ങാതെ കിടക്കുകയാണെങ്കിലും ശങ്കർദാസിനെ തൂക്കി അകത്തിട്ടിരിക്കണമെന്നായിരുന്നു കോടതി കട്ടായം ഉത്തരവിട്ടത്. തിരുവനന്തപുരത്തെ ഒരു പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ വായും പൊളിച്ച് ദേഹമാസകലം കുഴലും വയറുമൊക്കെ ഘടിപ്പിച്ച് ശങ്കർദാസ് കിടക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നപ്പോൾ എല്ലാവരും കരുതി അയാൾ വീണതാണ് എന്ന്, അതായത് അയ്യപ്പൻ അയാളെ വീഴ്ത്തിയെന്ന്. എന്നാൽ കോടതിയെയും കബളിപ്പിക്കാനുള്ള നീക്കമാണ് നടന്നിരിക്കുന്നത്. 85 വയസ്സുള്ള ശങ്കർദാസിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണെങ്കിലും പക്ഷാഘാതമോ ഗുരുതര അവസ്ഥയോ ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരങ്ങൾ. കൂട്ടുപ്രതിയായ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ശങ്കർദാസ് ആശുപത്രിയിലാണെന്ന വിവരം പോലും പുറത്തേക്ക് വരുന്നത്. വിജയകുമാറിന്റെ അറസ്റ്റ് നടന്നതോടെ ശങ്കർദാസിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആശുപത്രിയിൽ ശങ്കർദാസ് പക്ഷാഘാതം ബാധിച്ച് ചികിത്സയിലാണ് എന്നായിരുന്നു തുടക്കത്തിൽ വന്ന വിശദീകരണങ്ങൾ. പക്ഷേ അത് സത്യമാണോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. ഹൈക്കോടതിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു ഈ കാര്യത്തിൽ. ഇയാളുടെ അസുഖം അത് ഉള്ളതാണോ അതോ ഉടായിപ്പാണോ എന്നുള്ള കാര്യത്തിൽ. പിന്നീട് കോടതിക്കും ബോധ്യപ്പെടുകയായിരുന്നു ഉടായിപ്പ് കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. തുടർന്നാണ് SITയോട് കട്ടായം ഉത്തരവിടുന്നത് ഇതിന്റെ പിന്നാമ്പുറത്തെ കഥകൾ കൂടി അന്വേഷിക്കണമെന്ന്. അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയതോടെ ശങ്കർദാസിന്റെ ആരോഗ്യനില വഷളായതായി റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ ICUവിൽ ചികിത്സ ആവശ്യമായ സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു. അറസ്റ്റ് ഒഴിവാക്കാനായി ശങ്കർദാസിനെ ആശുപത്രിയിലെ ICUവിൽ പ്രവേശിപ്പിച്ചതായും വലിയ ആരോപണങ്ങളായിരുന്നു ശക്തമായി നിന്നത്. ഇതിനിടെയാണ് അന്വേഷണ സംഘത്തിന് ആ നിർണായക വിവരങ്ങൾ ലഭിക്കുന്നത്. ശങ്കർദാസ് യഥാർത്ഥ ICUവിലല്ല, ഇയാൾക്കായി പ്രത്യേകം ഒരുക്കിയ സ്പെഷ്യൽ ICUവിലാണ് എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ. ബയോമെട്രിക് നിയന്ത്രണമുള്ള പുറത്തുള്ളവർക്ക് പ്രവേശിക്കാനാകാത്ത സംവിധാനമായിരുന്നു ഇത്. വ്യാജ ICU ഒരുക്കി ശങ്കർദാസിനെ സംരക്ഷിക്കുകയാണ് എന്ന റിപ്പോർട്ട് അന്വേഷണ സംഘത്തെയും ഞെട്ടിച്ചു എന്നാണ് വിവരങ്ങൾ. തുടർന്ന് ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. മെഡിക്കൽ ബോർഡ് പക്ഷാഘാതം സ്ഥിരീകരിച്ചുവെങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി. എന്നാൽ ഈ റിപ്പോർട്ട് അന്വേഷണ സംഘം പൂർണ്ണമായി അംഗീകരിച്ചില്ല. അത് പൂർണ്ണമായി അംഗീകരിക്കാത്തത് ഹൈക്കോടതിയായിരുന്നു. തുടർന്നാണ് കൃത്യമായ അന്വേഷണം നടക്കണമെന്ന് കോടതി SITയോട് ഉത്തരവിടുന്നത്. തുടർന്നായിരുന്നു വീണ്ടും ശങ്കർദാസിന്റെ അസുഖത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. ഇതിനിടെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ശ്രദ്ധയിൽ മറ്റൊരു കാര്യവും എത്തുന്നത്. മെഡിക്കൽ റിപ്പോർട്ടിൽ ശങ്കർദാസിന് ഗുരുതരമായ മാനസിക ആഘാതം ഉണ്ടെന്ന കുറിപ്പ് എഴുതി ചേർക്കുകയായിരുന്നു. ഇതോടെ പ്രോസിക്യൂട്ടർ അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചു, അങ്ങനെയെങ്കിൽ ഇയാളെ ഊളംപാറയിലേക്ക് മാറ്റാം. ഈ നിർദ്ദേശം ശങ്കർദാസിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചവരെ ഞെട്ടിച്ചു. അതോടെയാണ് ഈ സ്പെഷ്യൽ ICU തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്ന സംശയം SITയും ഉറപ്പിച്ചത്. ആശുപത്രിയുടെ ഒറിജിനൽ പ്ലാനും സ്കെച്ചും നൽകാൻ അന്വേഷണ സംഘം ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെ ആശുപത്രി മാനേജ്മെന്റ് കടുത്ത പ്രതിസന്ധിയിലായി. ഉടൻ തന്നെ സ്പെഷ്യൽ ICU ഒഴിവാക്കി ശങ്കർദാസിനെ യഥാർത്ഥ ICUവിലേക്ക് മാറ്റുന്നു. ഇതിനിടെ പോലീസ് 2 തവണ അറസ്റ്റ് ചെയ്യാനും എത്തിയിരുന്നു. പോലീസിനെ കണ്ടതോടെ ശങ്കർദാസിന്റെ ആരോഗ്യനില വീണ്ടും വഷളാകുകയും ചെയ്തു.
ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ആശുപത്രിയിൽ തന്നെ തുടരണമെന്ന് ബന്ധുക്കളും ആവശ്യപ്പെടുകയായിരുന്നു. കുറച്ചു മാനുഷിക പരിഗണന അദ്ദേഹത്തിന് കൊടുക്കണമെന്നായിരുന്നു ബന്ധുക്കൾ ആവശ്യപ്പെട്ടത്. ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിയായിരുന്നു. ആശുപത്രിയിൽ റിമാൻഡ് ചെയ്യാനെത്തിയ ജഡ്ജി അത് നിഷേധിച്ചു. മെഡിക്കൽ രേഖകൾ പരിശോധിച്ചപ്പോൾ കൃത്രിമത്വം സംശയിക്കാവുന്ന സാഹചര്യം ജഡ്ജിക്ക് ബോധ്യമായി. അതോടെ ഇവിടെ തുടരാൻ കഴിയില്ല എന്ന നിലപാട് കോടതി സ്വീകരിക്കുകയായിരുന്നു. ഒരു ദിവസം കൂടി സമയം അനുവദിച്ച ശേഷം ശങ്കർദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു. പഞ്ചനക്ഷത്ര ആശുപത്രിയിലെ സുഖവാസം അവിടെയോടെ അവസാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ശങ്കർദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. കർശന നിർദ്ദേശങ്ങളോടെ കൊല്ലം വിജിലൻസ് ജഡ്ജി ഈ മാറ്റം നേരിട്ട് ഫോളോ ചെയ്തു. നിലവിൽ മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ് ശങ്കർദാസ്. ആരോഗ്യനില വിലയിരുത്തിയ ശേഷം നിയമപരമായി ആവശ്യമായാൽ ജയിലിലേക്ക് ഉടൻ തന്നെ മാറ്റാനും തീരുമാനം വന്നിട്ടുണ്ട്. അതായത് ശങ്കർദാസിനെ അടപടലം പൂട്ടാൻ കോടതി തന്നെ നേരിട്ടിറങ്ങുകയാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇവിടെയാണ് ശങ്കർദാസ് പയറ്റിയ പല കളികളും ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എന്തുകൊണ്ട് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കോടതിയുടെ ചോദ്യത്തിൽ തന്നെ വ്യക്തമായിരുന്നു. വമ്പൻ സ്രാവുകളാണ് വിജയകുമാറും ശങ്കർദാസും ഒക്കെയെന്ന്. ഇവിടെ ശങ്കർദാസിന്റെ മകൻ ഹരിശങ്കർ ഏമാനോട് ജനങ്ങൾ ചിലതൊക്കെ പറയുന്നുണ്ട്. അതായത് അച്ഛൻ്റെ ഇമ്മാതിരി കളിക്ക് IPS മോൻ കൂട്ടു നിൽക്കരുതായിരുന്നു എന്നുള്ളത്. തെറ്റുകാരനെങ്കിൽ സ്വന്തം അച്ഛനായാലും തൂക്കി അകത്തിട്ടിരിക്കണം, അതാണ് വേണ്ടത്. നിരപരാധിയാണെങ്കിൽ അയാൾ കോടതിയിൽ തെളിയിക്കട്ടെ. പക്ഷേ ഹരിശങ്കർ ചെയ്തതൊട്ടും ശരിയായില്ല എന്നുകൂടി ഇപ്പോൾ വിമർശനം വരികയാണ്. എന്തായാലും അച്ഛൻ്റെ അറസ്റ്റ് കഴിഞ്ഞതോടുകൂടി മകൻ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നിർണായകമായ ഒരു അറസ്റ്റായിരുന്നു ഈ പറയുന്ന ശങ്കർദാസിൻ്റേത്. ശങ്കർദാസ് ഒരു തവണയല്ല പലതവണയാണ് കോടതിയെ കബളിപ്പിക്കാൻ ശ്രമിച്ചത്. അസുഖം അഭിനയിച്ച് ആശുപത്രി കിടക്കയിൽ കിടന്നു എന്നുള്ളത് കോടതിക്കും ബോധ്യപ്പെട്ടതോടെ വരും ദിവസങ്ങളിൽ രൂക്ഷമായ ഭാഷയിൽ ശങ്കർദാസിന് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. എത്രയും പെട്ടെന്ന് തന്നെ അയാളെ ജയിലിലേക്ക് മാറ്റണം എന്നുള്ള ആവശ്യവും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇവിടെയാണ് സകലമാന ഉഡായിപ്പുകളും പുറത്തെടുത്തിട്ടും ഒന്നും അയ്യപ്പന്റെ മുൻപിൽ വിലപ്പോയില്ല. ശങ്കർദാസിന്റെ അറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം CPI എന്തായിരുന്നു പ്രതികരിച്ചത്? അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ നടപടി പാർട്ടി എടുക്കും, പക്ഷേ തൽക്കാലത്തേക്ക് അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പാർട്ടി നടപടി എടുക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് മാനുഷിക പരിഗണനയാണ് വേണ്ടത് എന്ന്. ഈ നാട്ടിലെ വിശ്വാസികൾ എന്തിനാണ് ഇവർക്ക് മാനുഷിക പരിഗണന കൊടുക്കേണ്ടത്? അയ്യപ്പനെ കൊള്ളയടിച്ച് എല്ലാം അടിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ ശബരിമലയിൽ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് എന്നുള്ള സൂചനകൾ പോലും പുറത്തേക്ക് വരികയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരോട് എന്തു മാനുഷിക പരിഗണന ഇവിടുത്തെ വിശ്വാസികൾ കാണിക്കണം? ഒരു മാനുഷിക പരിഗണനയും ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ശബരിമലയിൽ കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏത് വമ്പനും കൊമ്പനും ഇന്ദ്രനും ചന്ദ്രനുമായാലും തൂക്കി അകത്തിട്ടിരിക്കും. ഹൈക്കോടതിയുടെ അന്വേഷണമാണ് ഇതുവരെ ഈ കള്ളന്മാരുടെയൊക്കെ അറസ്റ്റ് നടക്കുന്നതിലേക്ക് കലാശിച്ചത്. ശങ്കർദാസിനെ പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ നിന്ന് ഒരൊറ്റ നിമിഷം കൊണ്ടായിരുന്നു കോടതി ഇടപെട്ട് തൂക്കിയെടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ശങ്കർദാസിന്റെ ആവശ്യം എന്തായിരുന്നു? അറസ്റ്റ് നടക്കരുത്. അതായത് അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ താൻ തലകുനിച്ച് നിൽക്കേണ്ടി വരും, തൻ്റെ കുടുംബം തലകുനിച്ച് നിൽക്കേണ്ടി വരും. ശബരിമല അയ്യപ്പനെ കൊള്ളയടിച്ചു എന്നുള്ള പഴി കേൾക്കേണ്ടി വരും. അത് 10 തലമുറയോളം കേൾക്കേണ്ടി വരും. മകൻ പോലീസുകാരൻ കൂടിയാണ്. അങ്ങനെയുള്ളപ്പോൾ വീട്ടിൽ മറ്റൊരു കള്ളനും കൂടി ഉണ്ട് എന്നുള്ള ട്രോളുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരും. അതൊക്കെ ഇപ്പോഴേ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ശങ്കർദാസിന്. പോറ്റു മുതൽ ഇങ്ങോട്ടുള്ള അറസ്റ്റ് നമുക്കറിയാമായിരുന്നു. ഇവരുടെയൊക്കെ അറസ്റ്റുകൾ നടക്കും എന്നുള്ളത് വ്യക്തമായിരുന്നു. അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ പോലും ഇവരാരും വലിയ നാടകീയതയൊന്നും കാണിക്കാൻ നിന്നില്ല. കാരണം പെട്ടു എന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അപ്പോഴും ശങ്കർദാസ് മാത്രമായിരുന്നു ഉഡായിപ്പ് പണികളുമായി രംഗത്തേക്ക് വന്നത്. അതുതന്നെയാണ് കോടതിയെയും ചൊടിപ്പിച്ചത്. ഹൈക്കോടതി ഒരു തവണയല്ല പല തവണയാണ് SITയോട് ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും കാര്യത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അപ്പോഴൊക്കെയും രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ അറസ്റ്റ് വൈകിപ്പിക്കുകയായിരുന്നു SIT. എന്നാൽ ഒടുക്കം അതേ SITയെ കൊണ്ട് തന്നെ ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഒക്കെ കോടതി തൂക്കിയെടുപ്പിച്ചു. മകരവിളക്ക് ദിവസം തന്നെയായിരുന്നു ശങ്കർദാസിന്റെ അറസ്റ്റ്. അതും ഏറെ ശ്രദ്ധേയമാണ്. ബാക്കി എല്ലാവരുടെയും അറസ്റ്റ് നിർണായക ഘട്ടങ്ങളിലൊക്കെ ആയിരുന്നുവെങ്കിൽ തന്നെയും ശങ്കർദാസിന്റെ അറസ്റ്റ് നടന്നത് മകരവിളക്ക് ദിനത്തിലാണ്. അത് ചില സൂചനകൾ തന്നെയാണ്.
ഇനിയും ഒരുത്തനും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള സൂചന. ഇനിയും അന്വേഷണം മുൻപോട്ട് ശക്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അന്വേഷണ പുരോഗതി ഓരോ ഘട്ടത്തിലും ഹൈക്കോടതി നോക്കുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് SITക്കും അന്വേഷണത്തിൽ വെള്ളം ചേർക്കാനും ആരെയും സംരക്ഷിക്കാനും കഴിയില്ല. CPM ആകട്ടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അറസ്റ്റുകളിലെല്ലാം വിറളി പിടിച്ചു നിൽക്കുകയാണ്. ശങ്കർദാസ് CPI ആണെങ്കിലും CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ശങ്കർദാസിനെ പ്രത്യേകമായി ദേവസ്വം ബോർഡിലേക്ക് കൊണ്ടിരുത്തുകയായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം, ഒരു കൊള്ളക്കൂട്ടത്തെ അവിടെ കൊണ്ട് അവരോധിക്കുകയായിരുന്നു ഈ സർക്കാരിൻ്റെ കാലത്ത്. 2019 നടന്ന കാര്യമാണ്. അപ്പോൾ കൊള്ളയ്ക്ക് വേണ്ടി ഒരു സംഘത്തെ അവിടെ നിലയുറപ്പിച്ചു എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാകുകയാണല്ലോ. എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അവസാനിപ്പിച്ച് തടി തപ്പാം എന്നായിരുന്നു പലരും കണക്ക് കൂട്ടിയത്. പക്ഷെ അവിടെ നിന്നാണ് വാസുവിൻ്റെയും ശങ്കർദാസിൻ്റെയും വിജയകുമാറിൻ്റെയും പത്മകുമാറിൻ്റെയും ഒക്കെ അറസ്റ്റുകൾ നടന്നത്. ഇനി അധികം വൈകാതെ ശങ്കർദാസിനെ മെഡിക്കൽ കോളേജിൽ നിന്ന് ജയിലിലേക്ക് മാറ്റാൻ പോകുകയാണ്. ഇതോടുകൂടി ശങ്കർദാസിൻ്റെ സമനില തെറ്റും. ഇപ്പോൾ തന്നെ വാസുവിനും പത്മകുമാറിനുമൊക്കെ ഭ്രാന്തിളകിയാണ് സെല്ലിൽ കഴിയുന്നത്. വാസുവിൻ്റെ ജാമ്യാപേക്ഷ കൊല്ലത്തെ വിജിലൻസ് കോടതി കീറിയെറിയുകയായിരുന്നു. പത്മകുമാറിനും ഇതുതന്നെയാണ് അവസ്ഥ. ഒരാൾക്കും കോടതി ജാമ്യം കൊടുക്കുന്നില്ല. ഊടുപാട് ജാമ്യാപേക്ഷകൾ കീറിയെറിയുകയാണ്. എല്ലാവരും അങ്ങ് കൊമ്പത്തൂന്ന് താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.